ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം മാനസാന്തരത്തിന്റെയും ആത്മവിശുദ്ധീകരണത്തിന്റെയും കാലമാണ്. ദാനധർമ്മങ്ങളും ഉപവാസവും പ്രാർത്ഥനയും വഴി നമ്മുടെ ലൗകിക സുഖങ്ങൾക്ക് ആത്മനിയന്ത്രണങ്ങൾ വരുത്തുന്ന കാലഘട്ടം. നന്മയിലൂടെ സഞ്ചരിക്കുവാൻ, ദൈവത്തിന്റെ ദിവ്യപ്രകാശം അനുഭവവേദ്യമാക്കുവാനും, തിന്മയുടെ സാഹചര്യങ്ങളെ ചെറുത്തു നിൽക്കുവാനും അവഗണിക്കുവാനുമുള്ള നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വചന ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. ക്രൈസ്തവ മക്കളായ നാം പലയാവർത്തി വായിച്ചു കേട്ട തിരുവചന ഭാഗമാണിത്. നമ്മുടെ കണ്ണ് കുറ്റമറ്റതെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശിക്കും. എന്നാൽ നമ്മുടെ കണ്ണ് ദുഷിച്ചതെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ അന്ധകാരം നിറഞ്ഞതായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാട് നന്മ നിറഞ്ഞതെങ്കിൽ നമ്മുടെ ജീവിതം പ്രകാശം നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായിരിക്കും. നമ്മുടെ ആത്മീയ ഉൾക്കാഴ്ച, നമ്മുടെ മനസ്സ് പാപകരമായ ചിന്തകളിലും അസൂയയിലും വ്യാപൃതമായാൽ ആ വ്യക്തിയുടെ ആത്മാവ് പലപ്പോഴും അന്ധകാരത്തിലാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. വിളക്കു കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വെക്കാറില്ല. അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം നൽകുവാൻ അത് പീഠത്തിന്മേലാണ് വെക്കുക. നമുക്കറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ കണ്ണുകൾക്കുള്ള പ്രാധാന്യം പറഞ്ഞറിയിക്കുവാൻ അല്ലെങ്കിൽ നിർവചിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ അറിവിനെയും ചിന്തകളെയും അഭിപ്രായങ്ങളെയും വലിയ ഒരു പരിധിവരെ നമ്മുടെ കാഴ്ചശക്തി സ്വാധീനിക്കുന്നുണ്ട്. ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്ന മാത്രയിൽ തന്നെ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് യാതൊരു അറിവുകളും ഇല്ലെങ്കിൽ കൂടിയും നമ്മുടെ മനസ്സിലെ ചില മുൻധാരണകൾ രൂപം കൊടുക്കാറുണ്ട്. പലപ്പോഴും ഈ മുൻവിധിയോടും മുൻധാരണയോടും കൂടിയാണ് നാം അവരോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പിന്നീട് പലപ്പോഴും നാം ചിന്തിച്ചതും പ്രവർത്തിച്ചതും തെറ്റായി പോയി എന്നുള്ള ഉൾബോധം, ഉൾക്കാഴ്ച നമ്മുടെ മനസ്സിനെ പലപ്പോഴും വേട്ടയാടിയിട്ടുണ്ട്. ഈ ഒരു തിരിച്ചറിവാണ്, ഈ ഒരു തിരിച്ചുവരവാണ് യേശുവിന്റെ ദിവ്യപ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് കാഴ്ചകളാൽ സമ്പന്നമാണ് നമ്മുടെ ചുറ്റുപാടുകൾ. മനുഷ്യരും വസ്തുക്കളും ഒന്നുപോലെ മറ്റുള്ളവരുടെ ദൃഷ്ടികൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ഈ മത്സരത്തിൽ വിജയം വരിക്കുവാൻ, നമ്മുടെ സ്വപ്നങ്ങളുടെ അതിർവരമ്പുകൾ പൊളിച്ചു മാറ്റുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ലോകമാണ് ഇന്നിന്റെ ലോകം. ആത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്ന പ്രകാശത്തെ കെടുത്തിക്കളയുവാൻ, നമ്മുടെ കണ്ണുകളെ കൊട്ടിയടയ്ക്കുവാൻ, എന്നാൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ലഭ്യമായ എല്ലാറ്റിലേക്കും കണ്ണുകൾ തുറന്നിരുന്നാൽ അതുവഴി നമ്മൾ അസൂയയ്ക്കും മുൻവിധിക്കും വിവിധ ജഡിക ആസക്തികൾക്കും നമ്മുടെ ഹൃദയത്തിന് വഴി തുറന്നു കൊടുക്കുകയാണ്. ലോകം എത്ര ദുഷിച്ചാലും, മനുഷ്യർ എത്രയൊക്കെ പാപത്തിലേക്ക് പൂത്തിയാലും അവയിലെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന നന്മയുടെ കിരണം കണ്ടെത്താൻ ദൈവത്തിന്റെ ദൃഷ്ടികൾക്ക് സദാ സാധിക്കുന്നുണ്ട് എന്ന ഓർമ്മ നമുക്ക് പലപ്പോഴും ഉണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും കറണ്ട് പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അല്പനിമിഷത്തെങ്കിലും നമ്മുടെ ഭവനത്തിൽ അന്ധകാരം നിറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മിന്നാമിനുങ്ങ് കടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. ആ മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എത്ര അന്ധകാരത്തിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അതുപോലെ തന്നെയാണ് പാപകരമായ ലോകത്തിലെ തിന്മകളിലായിരിക്കുന്നത് ദൈവത്തിന്റെ ഓരോ മകനും മകൾക്കും ചേർന്നതല്ല എന്ന തിരിച്ചറിവ്. ഇരുട്ടിന് ഒരിക്കലും പ്രകാശത്തെ ഇല്ലായ്മ ചെയ്യുവാനാവുകയില്ല. എന്നാൽ എത്ര കൂരിരുട്ടിലും തന്റെ സാന്നിധ്യം അറിയിക്കുവാൻ പ്രകാശത്തിന്റെ ഒരു ചെറിയ കണികയ്ക്ക് പോലും ആവുകയും ചെയ്യും. നമ്മളെ പ്രകാശത്തെ അണച്ച് അന്ധകാരത്തിന് ശക്തി പകരുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഈ തിരുവചനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.